എല്ലാവർക്കും ഡിറ്റർമിനൻസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഡിറ്റർമിനൻസും മെട്രിസസും പഠിച്ചപ്പോൾ ആമുഖത്തിൽ നമ്മൾ പറയുകയുണ്ടായി, അവയുടെ പ്രധാന ആപ്ലിക്കേഷൻ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഇന്ന് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ് ആൻഡ് 3 വേരിയബിൾസ് എങ്ങനെ ഡിറ്റർമിനൻസ്, മെട്രിസസ് തുടങ്ങിയവയിൽ നമ്മൾ പഠിച്ച ഐഡിയകൾ ഉപയോഗിച്ച് കൺസിസ്റ്റൻ്റ് ആണ് എന്ന് നോക്കി അവയുടെ സൊല്യൂഷൻ കണ്ടുപിടിക്കാമെന്നാണ് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ കൺസിസ്റ്റൻസിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ 9, 10 ക്ലാസ്സിലൊക്കെ പഠിച്ച ചില കാര്യങ്ങൾ ഒന്ന് ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് നമുക്കൊരു ഉദാഹരണത്തിന് നോക്കാം. a1x plus b1y is equal to c1 and a2x plus b2y is equal to c2. ഇതൊരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് ആണ്. ഇതിനകത്ത് 2 ഇക്വേഷൻസ് ഉണ്ട്, 2 വേരിയബിൾസ് ഉണ്ട്, എക്സും വൈയും. ഈ സിസ്റ്റത്തിന് സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അവയെ നമ്മൾ എന്ത് വിളിക്കും? ദി സിസ്റ്റം ഈസ് സെഡ് ടു ബി കൺസിസ്റ്റൻറ്റ്. ഇനി ഈ സൊല്യൂഷൻസ് എങ്ങനെയൊക്കെ ആകാം? കൺസിസ്റ്റൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഇവയ്ക്ക് യുണീക്ക് സൊല്യൂഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക, യുണീക്ക് സൊല്യൂഷൻ. അതുമല്ലെങ്കിൽ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ്, ധാരാളം സൊല്യൂഷൻസ് കാണുന്ന കേസസും ഉണ്ടാവും. ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ്. യെസ്. അപ്പം എന്താണ് യുണീക്ക് സൊല്യൂഷൻ, ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എങ്കിലും നമ്മളൊന്ന് ജസ്റ്റ് അതൊന്ന് ഓർമ്മിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഇത് രണ്ടും ലീനിയർ ഇക്വേഷൻസ് ആണ്. ഇത് നമുക്ക് കാർട്ടീഷ്യൻ പ്ലെയിനിൽ ഇവയുടെ ഗ്രാഫ് വരയ്ക്കാവുന്നതാണ്. ഇവയുടെ ഗ്രാഫ്സ് ഒക്കെ സ്ട്രെയിറ്റ് ലൈൻസ് ആണ്. അപ്പോൾ ഈ സ്ട്രെയിറ്റ് ലൈൻസ് വരയ്ക്കുമ്പോൾ ചില സന്ദർഭങ്ങളിൽ ലെറ്റ് ഇറ്റ് ബി ഇങ്ങനെ 2 സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ അവ രണ്ടും ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്നു. അപ്പോൾ അതാണ് അവയുടെ സൊല്യൂഷൻ എന്ന് നമുക്കറിയാം. ആ സൊല്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും, എക്സ് വൈ. അപ്പോൾ ഇതിന് ഒരേ ഒരു സൊല്യൂഷനേ ഉണ്ടാകുകയുള്ളൂ. അത് കൺസിസ്റ്റൻറ്റുമാണ്. ഇറ്റ് യുണീക്ക് സൊല്യൂഷനാണ് ഉണ്ടാകുക. എക്സിനൊരു വാല്യൂ, വൈക്കൊരു വാല്യൂ. ചില സന്ദർഭങ്ങളിൽ എന്താണ് സംഭവിക്കുക? ഇത് രണ്ടും ഡിപ്പെൻഡൻ്റ് ഇക്വേഷൻസ് ആകാം. എന്ന് പറഞ്ഞാൽ 2x plus 3y is equal to 1ഉം 4x plus 6y is equal to 2ഉമാണ് നമ്മുടെ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് എങ്കിൽ 2/4 എന്ന റേഷ്യോ, അവയുടെ കോഎഫിഷ്യൻസിൻ്റെ റേഷ്യോ നോക്കുക. 2/4 is 1/2 ആണെന്നറിയാം. 3/6ഉം 1/2. കോൺസ്റ്റൻസിൻ്റെ റേഷ്യോയും 1/2. അതായത് a1/a2 ഈസ് ഈക്വൽ ടു, നോക്കുക, a1/a2 ഈസ് ഈക്വൽ ടു b1/b2 ഈസ് ഈക്വൽ ടു c1/c2 ആണ്. അപ്പോൾ ഇവയുടെ ഗ്രാഫ്സ് നമ്മൾ വരയ്ക്കുമ്പോൾ 2 ലൈൻസും കോയിൻസൈഡ് ചെയ്യുന്നു, ഒന്നിനോട് കോയിൻസൈഡ് ചെയ്ത് കിട്ടും നമുക്ക്. എന്ന് പറഞ്ഞാൽ ആ സിസ്റ്റത്തിന് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ആയിരിക്കും ഉണ്ടാകുക. അതാണ് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ. ഇനി അങ്ങനെയെങ്കിൽ എന്തായിരിക്കും ഇൻകൺസിസ്റ്റൻ്റ് സിസ്റ്റം? സിസ്റ്റം ഇൻകൺസിസ്റ്റൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടുമായിരിക്കില്ല കേസ്. അവയ്ക്ക് സൊല്യൂഷൻസ് ഉണ്ടാവില്ല, നോ സൊല്യൂഷൻസ്. അപ്പോൾ അവയുടെ ഗ്രാഫ്സ് എങ്ങനെയായിരിക്കും? അവ ഒരു സ്ഥലത്തും കൂട്ടിമുട്ടില്ല, അവ 2 പാരലൽ ലൈൻസ് ആയിട്ട് പോകും. അപ്പോൾ ഇതാണ് നമുക്ക് സിസ്റ്റം ഓഫ് കൺസിസ്റ്റൻ്റ് ഇക്വേഷൻസ്, അല്ലെങ്കിൽ ഈ സിസ്റ്റം ഇൻകൺസിസ്റ്റൻ്റ് ആണ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നത്. കൺസിസ്റ്റൻ്റ് ആണെങ്കിൽ യുണീക്ക് സൊല്യൂഷൻ ആകാം, ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ആകാം. ഇനി ഇൻകൺസിസ്റ്റൻ്റ് ആണെങ്കിൽ ദ സിസ്റ്റം ഹാസ് നോ സൊല്യൂഷൻ അറ്റ് ഓൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അടുത്തത് നമുക്ക് ഈ ലീനിയർ ഇക്വേഷൻസിൻ്റെ സൊല്യൂഷൻ ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് ഉപയോഗിച്ച് എങ്ങനെ കണ്ടുപിടിക്കാം എന്നതിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അതിനായിട്ട് നമ്മൾ എ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് 3 ഇക്വേഷൻസ് ഇൻ 3 വേരിയബിൾസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു സിസ്റ്റം തന്നെയാണിത്. അപ്പോൾ ഇത് ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് ഉപയോഗിച്ച് ചെയ്യാനാണ് നമുക്ക് നോക്കേണ്ടത്. അതിനായിട്ട് ഇതിന് മെട്രിക്സുമായിട്ട് ഒന്ന് സാമ്യപ്പെടുത്തി നമ്മൾ എഴുതേണ്ടതായിട്ട് ആവശ്യമുണ്ട്. എന്ന് പറഞ്ഞാൽ വി വിൽ റൈറ്റ് ദിസ് ആസ്, ഇതിനെ നമ്മൾ ആദ്യം ഇതിൻ്റെ കോഎഫിഷ്യൻസ് എഴുതും. a1, b1, c1, a2,
B2 C2 A3 B3 C3. അടുത്തതായിട്ട് നമ്മൾ വേരിയബിൾസ് ഒരു കോളം മെട്രിക്സ് ആയിട്ട് എഴുതും. എക്സ് വൈ ഇസഡ് ഇസ് ഈക്വൽ ടു ഇട്ട് കോൺസ്റ്റൻസ് അടുത്ത കോളം മെട്രിക്സ് ആയിട്ട് നമ്മൾ എഴുതും. D1 D2 D3. ഇനി ഇവ തമ്മിൽ താരതമ്യപ്പെടുത്തിയാൽ ഇത് രണ്ടും സെയിം ആണെന്ന് കാണാം. നോക്കുക, ഈ സിസ്റ്റത്തിൻ്റെ ഒരു മെട്രിക്സ് ഫോമാണിത്. മെട്രിക്സ് ഫോമിലാണ് നമ്മളിനെ എഴുതിയിരിക്കുന്നത്. A1x പ്ലസ് B1y പ്ലസ് C1z ഈസ് ഈക്വൽ ടു D1, A2x പ്ലസ് B2y പ്ലസ് C2z ഈസ് ഈക്വൽ ടു D2, A3x പ്ലസ് B3y പ്ലസ് C3z ഈസ് ഈക്വൽ ടു D3. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമില്ല. പക്ഷെ നമ്മളിതിനെ മെട്രിക്സ് ഫോമിലേക്ക് എഴുതിയിരിക്കുന്നു. ഇങ്ങനെ മെട്രിക്സ് ഫോമിൽ എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതിനെ നമുക്ക് ഇങ്ങനെ സൂചിപ്പിക്കാം. ഇതിനെ നമുക്ക് കോഎഫിഷ്യൻറ്റ് മെട്രിക്സ് ഇതിനെ നമ്മൾ എ എന്ന് വിളിക്കും. ഈ ഈ വേരിയബിൾസ് ഉള്ള മെട്രിക്സിനെ നമ്മൾ എക്സ് എന്ന് പറയും. കോൺസ്റ്റൻസ് ഉള്ള മെട്രിക്സിനെ ബി എന്ന് വിളിക്കും. സോ ഈ ഫോമിൽ നമുക്ക് ഇങ്ങനെ ചുരുക്കി എഴുതാൻ പറ്റും. ദിസ് ഈസ് ഓഫ് ദി ഫോം AX ഈസ് ഈക്വൽ ടു ബി. എയും എക്സും ബിയും മെട്രിസസ് ആണ് എന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിയാൽ ബാക്കി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് നോക്കാം. സോ വി ഹാവ് AX ഈസ് ഈക്വൽ ടു ബി എന്ന് ആ സിസ്റ്റം ഓഫ് ഇക്വേഷൻസിനെ നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ട് കേസുകളാണ് ആലോചിക്കാനുള്ളത്. കേസ് 1 ഇത് നമ്മൾ ബാക്കി കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് പോകുന്നത് ഈ എയുടെ സ്വഭാവത്തിനോടനുസരിച്ചാണ്. കാരണം നമുക്ക് എ ഇൻവേഴ്സ് യൂസിങ് ഇൻവേഴ്സ് ആണ് നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പം എക്ക് രണ്ട് സ്വഭാവങ്ങളാണ് വരാവുന്നതെന്ന് നമുക്കറിയാം. എ ഈസ് എ നോൺ സിംഗുലർ മെട്രിക്സ്. എ ഒരു നോൺ സിംഗുലർ ആയാൽ നോൺ സിംഗുലർ മെട്രിക്സ്. യെസ്, we know that if A is a non-singular matrix, then determinant A is equal to A not equal to 0. Non-singular ആണെങ്കിൽ determinant A not equal to 0 ആണ്. Determinant A not equal to 0 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു, A ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. യുണീക്ക് ആയിട്ടുള്ള ഒരു A ഇൻവേഴ്സ്. ഒരു A ഇൻവേഴ്സ് മാത്രമേ നമുക്ക് ഇങ്ങനെയാണെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. A ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള സംഗതി മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. സോ വി വിൽ കൺസിഡർ ദിസ് ഇക്വേഷൻ അഗെയിൻ. AX ഈസ് ഈക്വൽ ടു ബി. AX ഈസ് ഈക്വൽ ടു ബി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എക്സ് ആണ് ഇതിൻ്റെ അകത്തുനിന്ന് കണ്ടുപിടിക്കാൻ. അതുകൊണ്ട് നമ്മൾ അടുത്തതായി ചെയ്യുന്നത് പ്രീ മൾട്ടിപ്ലൈങ്. ഇത് നമ്മൾ നേരത്തെ കണ്ടതാണ്. പ്രീ മൾട്ടിപ്ലൈയിങ് ബോത്ത് സൈഡ്സ് ഓഫ് ദി ഇക്വേഷൻ ബൈ എന്താണ് എ ഇൻവേഴ്സ്. എ ഇൻവേഴ്സ് കൊണ്ട് പ്രീ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എ ഇൻവേഴ്സ് AX ഈസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി എന്ന് എഴുതി. എ ഇൻവേഴ്സ് ഇൻറ്റു എ ഒരു ഗ്രൂപ്പാക്കി എടുത്താൽ ദാറ്റ് ഈസ് ഐഡൻറ്റിറ്റി മെട്രിക്സ്. IX ഈസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി. IX ഈസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി ഐഡൻറ്റിറ്റി മെട്രിക്സ് ഇൻറ്റു എക്സ്. സോ ദാറ്റ് ഈസ് X ഈസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി. ഇപ്പം നമുക്ക് എന്താണ് ഇങ്ങനെയൊരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസിൻ്റെ സൊല്യൂഷൻ എന്ന് കിട്ടിക്കഴിഞ്ഞു. X ഈസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി. ഇങ്ങനെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചാൽ അത് യുണീക്ക് സൊല്യൂഷൻസ് ആയിരിക്കും എന്നുള്ള കാര്യവും നമ്മൾ മറക്കരുത്. കാരണം നമുക്കൊരു എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാം. ആ എ ഇൻവേഴ്സും ബിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വി ഹാവ് യുണീക്ക് സൊല്യൂഷൻ ഫോർ ദിസ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ്. ഇങ്ങനെ ലീനിയർ ഇക്വേഷൻസിൻ്റെ സൊല്യൂഷൻ കാണുന്നതിന് ആ മെത്തേഡിന് നമ്മളൊരു പേര് പറയും. ദാറ്റ് മെത്തേഡ് ഈസ് മെട്രിക്സ് മെത്തേഡ്. മെട്രിക്സ് മെത്തേഡ്. അപ്പം നമ്മൾ മെട്രിക്സ് മെത്തേഡ് എന്താണെന്ന് കണ്ടു. ഇനി ഇതിനൊരു കേസ് 2 ഉണ്ട്. കേസ് 2 എന്താ പറയുക? അപ്പം കേസ് 1 പറഞ്ഞത് നോൺ സിംഗുലർ ആണെങ്കിൽ, അപ്പം കേസ് 2 ഇഫ് എ ഈസ് സിംഗുലർ, എ ഈസ് സിംഗുലർ ആണെങ്കിൽ, ഇഫ് എ ഈസ് സിംഗുലർ then determinant A is equal to 0 ആണ്. അപ്പോൾ ഡിറ്റർമിനൻ്റ് A ഈക്വൽ ടു 0 ആണെങ്കിൽ എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഇൻകൺസിസ്റ്റൻ്റ് എന്ന് നമുക്ക് പറയാമോ എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഡിറ്റർമിനൻ്റ് A ഈക്വൽ ടു 0 എന്ന് കണ്ടതുകൊണ്ട് മാത്രം ഈ സിസ്റ്റം ഓഫ്
ലീനിയർ ഇക്വേഷൻസ് ഇൻകൺസിസ്റ്റൻ്റ് ആണ് എന്ന് പറയാൻ പറ്റില്ല. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒരു ടെസ്റ്റ് കൂടെ ചെയ്തു നോക്കണം. എന്താണ് ആ ടെസ്റ്റ്? വി വിൽ ഫൈൻഡ് അഡ്ജോയിൻ്റ് എ ഇൻറ്റു ബി. അഡ്ജോയിൻ്റ് എ നമുക്ക് തന്നിരിക്കുന്ന കോഎഫിഷ്യൻ്റ് അല്ലെ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന കോഎഫിഷ്യൻ്റ് മെട്രിക്സിൻ്റെ അഡ്ജോയിൻ്റ് എ കണ്ടുപിടിച്ചിട്ട് അതിനെ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതിനെ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഇഫ് ദാറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 0, നോട്ട് ഈക്വൽ ടു 0 പ്രത്യേകം ശ്രദ്ധിക്കണം. നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുക ദ സിസ്റ്റം ഹാസ് നോ സൊല്യൂഷൻ. നമ്മൾ ഓർത്തിരിക്കണം. നമുക്ക് ഇതിൻ്റെ തിയറി പാർട്ടൊന്നും കാണാനില്ല, ജസ്റ്റ് ഇതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. നോ സൊല്യൂഷൻ. നോ സൊല്യൂഷൻ ആണെങ്കിൽ ദി സിസ്റ്റം ഈസ് സെഡ് ടു ബി ഇൻകൺസിസ്റ്റൻറ്റ്. ഓക്കെ. ഇനി അഥവാ അഡ്ജോയിൻ്റ് എ ഇൻറ്റു ബി ഈക്വൽ ടു 0 ആണെങ്കിൽ, അപ്പോൾ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ നോ സൊല്യൂഷൻ, ഇൻകൺസിസ്റ്റൻറ്റ്. ഈക്വൽ ടു 0 ആണെങ്കിൽ ഇത് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാം. ഒന്നെങ്കിൽ ഇത് കൺസിസ്റ്റൻ്റ് ആകാം. എങ്ങനെയാണ് കൺസിസ്റ്റൻ്റ് ആകുക എന്നാണ്. കൺസിസ്റ്റൻ്റ് ആണ് എങ്കിൽ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ഇതിനുണ്ടാകും. ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ്. ഓക്കെ. ഇനി ഇൻകൺസിസ്റ്റൻ്റ് അതല്ലെങ്കിൽ പിന്നെയുള്ള ഓപ്ഷൻ എന്താണ്? നോ സൊല്യൂഷൻ. നോ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദാറ്റ് സിസ്റ്റം ഈസ് ഇൻകൺസിസ്റ്റൻറ്റ്. അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, രണ്ട് കേസസ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്ക് യുണീക്ക് സൊല്യൂഷൻസ് ഉള്ള സിസ്റ്റം മാത്രമേ സോൾവ് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കുകയുള്ളൂ. പക്ഷെ കൺസിസ്റ്റൻ്റ് ആണോ അല്ലയോ എന്ന ചോദ്യം നമുക്ക് അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. അപ്പം നമ്മൾ ഡിറ്റർമിനൻ്റ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് പറഞ്ഞു പോകാം കൺസിസ്റ്റൻ്റ് ആണ്, യുണീക്ക് സൊല്യൂഷൻ ആണ് എന്നൊക്കെ. പക്ഷേ ഡിറ്റർമിനൻ്റ് ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് പറയാം ഇതിന് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. അഡ്ജോയിൻ്റ് എ ഇൻറ്റു ബി നോട്ട് ഈക്വൽ ടു 0 എന്ന് നമുക്ക് കിട്ടിയാൽ we can conclude that the system has no solution, so the system is inconsistent. If adjoint A into B is equal to 0 ആണെങ്കിൽ we can say that the system has two options. ഒന്നെങ്കിൽ കൺസിസ്റ്റൻ്റ് ആവും, കൺസിസ്റ്റൻ്റ് ആയാൽ അതിന് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ഉണ്ടാവും. ഇനി ഇൻകൺസിസ്റ്റൻ്റ് ആകാനുള്ള സാധ്യതയുമുണ്ട്, അപ്പോൾ എന്താവും? നോ സൊല്യൂഷൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പം ഈ രീതിയിലുള്ള പ്രോബ്ലംസിനെയാണ് നമ്മളിനി അഭിമുഖീകരിക്കാനായിട്ട് പോകുന്നത്. So we can see some examples. ഇപ്പോൾ ഫസ്റ്റ് എക്സാമ്പിളിലേക്ക് വരികയാണ്. എക്സാമ്പിൾ അപ്പോൾ നമ്മൾ എക്സാമ്പിളായിട്ട് വരുന്നത് ചെയ്യുന്നത് എക്സസൈസ് 4.6 ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് എടുക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എക്സ് പ്ലസ് 2y ഈസ് ഈക്വൽ ടു 2 ആൻഡ് 2x പ്ലസ് 3y ഈസ് ഈക്വൽ ടു 3. അപ്പോൾ ഇത് 2 ഇക്വേഷൻസ് അടങ്ങിയ ഒരു സിസ്റ്റമാണ്, 2 വേരിയബിൾസുമാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, എക്സാമിൻ ദ കൺസിസ്റ്റൻസി. കൺസിസ്റ്റൻസിയാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻ്റ് ആണോ ഇൻകൺസിസ്റ്റൻ്റ് ആണോ എന്ന് നോക്കണം. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് ഈ സിസ്റ്റത്തിനെ മെട്രിക്സ് ഫോമിലേക്ക് എഴുതണം. സോ ദ സിസ്റ്റം ക്യാൻ ബി റിട്ടൺ ആസ് AX is equal to B. അപ്പോൾ നമ്മൾ എയും എക്സും ബിയും ഒക്കെ എന്താണെന്ന് പറയണം. വേറെ A is equal to A എന്താണ്? 1, 2, 2, 3. എക്സ് എന്താണ്? എക്സ് ഈസ് ഈക്വൽ ടു എക്സ് വൈ. ബി എന്താണ്? ബി ഈസ് ഈക്വൽ ടു 2, 3. ഇനി ഇക്വേഷൻസ് ഈ ഫോമിലല്ല തന്നിരിക്കുന്നെങ്കിൽ നമ്മൾ ഈ ഫോമിലേക്ക് കൊണ്ടുവന്നിട്ട് വേണം ഈ മെട്രിക്സ് ഫോമിലേക്ക് എഴുതാനായിട്ട്. ഇനി അടുത്ത നമ്മുടെ പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ വി വിൽ ഫൈൻഡ് ഡിറ്റർമിനൻ്റ്. വാട്ട് ഈസ് ഡിറ്റർമിനൻ്റ്? 1, 2 ഡിറ്റർമിനൻ്റ് 1, 2, 2, 3. 3 into 1 3 minus 4 that is equal to -1 not equal to 0. അപ്പോൾ തന്നെ നമുക്കറിയാം എന്താണ്? യെസ്, നോട്ട് ഈക്വൽ ടു 0 ആയതുകൊണ്ട് എ ഈസ് നോൺ സിംഗുലർ. എ ഈസ് നോൺ സിംഗുലർ ആണ്. എ നോൺ സിംഗുലർ ആണെന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ തന്നെ അറിയാം. എ ഇൻവേഴ്സ് യുണീക്കാണ്, എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്.
എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ സാധിക്കും? സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ സാധിക്കും. ഇതിൻ്റെ സൊല്യൂഷൻ എങ്ങനെയായിരിക്കും? ഇറ്റ് ഹാസ് യുണീക്ക് സൊല്യൂഷൻ ആയിരിക്കും. യുണീക്ക് സൊല്യൂഷൻ ആയിരിക്കും. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് അബൌട്ട് ദ സിസ്റ്റം, കൺസിസ്റ്റൻറ്റ് ഓർ ഇൻകൺസിസ്റ്റൻറ്റ്. അപ്പോൾ നമുക്ക് ആൻസർ എഴുതി വെക്കാം. ദ സിസ്റ്റം ഈസ്, ദ ഗിവൺ സിസ്റ്റം ഈസ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്, ലീനിയർ equations. The given system of linear equations is consistent. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഈ ടൈപ്പ് പ്രോബ്ലംസ് ചെയ്യുക. നമുക്ക് ഒരു പ്രോബ്ലം കൂടെ ചെയ്ത് നോക്കാം. അത് എക്സസൈസിലെ ക്വസ്റ്റ്യൻ നമ്പർ 5 ചെയ്ത് നോക്കാം. യെസ്, അവിടെ തന്നിരിക്കുന്ന സിസ്റ്റം ഇതാണ്. 3x മൈനസ് y മൈനസ് 2z ഈസ് ഈക്വൽ ടു 2. അടുത്തത് പറഞ്ഞിരിക്കുന്നത് 2y മൈനസ് z ഈസ് ഈക്വൽ ടു -1. പിന്നെ പറഞ്ഞിരിക്കുന്നത് 3x മൈനസ് 5y ഈസ് ഈക്വൽ ടു 3. 3 ഇക്വേഷൻസ് ഉണ്ട്, 3 വേരിയബിൾസ് ഉണ്ട്. പക്ഷേ ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് പരിശോധിക്കുമ്പോൾ ചില ടേംസൊക്കെ ചില ഇക്വേഷൻസിൽ ആബ്സെൻ്റ് ആയതുകൊണ്ട് നമ്മളിതിനെ ഒന്ന് റീറൈറ്റ് ചെയ്താൽ നന്നായിരിക്കും. നിർബന്ധമൊന്നുമില്ല ഒന്നും കൂടെ ഇതിനെ എഴുതണമെന്ന്. അപ്പം ഞാൻ ഇതിനെ ഒന്നുകൂടെ ഇങ്ങനെ എഴുതുവാണ്. ദ ഫസ്റ്റ് വൺ ഈസ് 3x മൈനസ് y മൈനസ് 2z ഈസ് ഈക്വൽ ടു 2. സെക്കൻഡ് നോക്കുമ്പോൾ എക്സിൻ്റെ ടേം ആബ്സെൻ്റ് ആണ്. അതുകൊണ്ട് ഞാൻ അതിനെ 0x നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് പ്ലസ് 2y മൈനസ് z ഈസ് ഈക്വൽ ടു -1 എന്ന് എഴുതി. മൂന്നാമത്തെ ഇക്വേഷനിൽ 3x ഉണ്ട്, മൈനസ് 5y ഉണ്ട്, പക്ഷേ ഇസഡിൻ്റെ ടേം ആബ്സെൻ്റ് ആണ്. അതുകൊണ്ട് 0z ഈസ് ഈക്വൽ ടു 3. ഇനി ഈ സിസ്റ്റത്തിന് നമുക്ക് അടുത്ത പരിപാടി എന്താണ്? ax ഈസ് ഈക്വൽ ടു b എന്ന ഫോമിൽ. യെസ്, ദ സിസ്റ്റം can be written as ax ഈസ് ഈക്വൽ ടു ബി. അപ്പോൾ കൃത്യമായിട്ട് എയും ബിയും നമ്മൾ പറഞ്ഞിരിക്കണം. ആ എ പറയുന്നത് വളരെ കൃത്യമായിട്ട് പറയാൻ വേണ്ടിയാണ് നമ്മൾ ഇതിനെ ഇങ്ങനെ ഒന്ന് റീറൈറ്റ് ചെയ്തത്. നിങ്ങളിത് നോക്കി ഇങ്ങോട്ട് എടുത്ത് എഴുതിയാലും മതി സമയക്കുറവുണ്ടെങ്കിൽ. 3 -1 -2 0 2 -1 3 -5 0. യെസ്, വാട്ട് ഈസ് എക്സ്? എക്സ് ഈസ് ഈക്വൽ ടു, എക്സ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് വൈ ഇസഡ്. ആൻഡ് വാട്ട് അബൌട്ട് ബി? ബി ഈസ് ഈക്വൽ ടു, ബി എപ്പോഴും സമത്തിൻ്റെ ഇപ്പുറത്തുള്ളതാണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. ആ ഫോമിൽ അല്ലെങ്കിൽ അങ്ങനെ എഴുതിക്കൊള്ളണം. 2 -1 3. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എഴുതി. ഇനി നമ്മുടെ അടുത്ത പരിശോധന ഡിറ്റർമിനൻ്റ് എ ആണ്. ഡിറ്റർമിനൻ്റ് എ ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് 3 -1 -2 0 2 -1 3 -5 0. യെസ്, ഡിറ്റർമിനൻസ് നമുക്ക് പല രീതിയിൽ കണ്ടുപിടിക്കാനായിട്ട് അറിയാം. വി ആർ എക്സ്പാൻഡിങ് ദിസ് അലോങ് ദ ഫസ്റ്റ് റോ. ഫസ്റ്റ് റോയിൽ വരുമ്പോൾ 3 × 0 മൈനസ് 5 × -1. സോ ദാറ്റ് ഈസ് 0 -5 പ്ലസ് മൈനസ് ആണ് വരേണ്ടത്. മൈനസ് ഓഫ് മൈനസ് ആയതുകൊണ്ട് പ്ലസ് എഴുതി. 1 × ഓക്കെ 0 മൈനസ് 3 × -1. അപ്പോൾ അത് 0 + 3 ആയി. എഗെയിൻ പ്ലസ് ആയാണ്, പക്ഷേ -2 ആയതുകൊണ്ട് മൈനസ് ഇട്ടു. -2 × 0 -6 ഓക്കെ ദാറ്റ് ഈസ് ഈക്വൽ ടു. അപ്പോൾ എന്താണ് നമുക്ക് കിട്ടുന്നതെന്ന് നോക്കാം. 3 × -5 -15 പ്ലസ് 1 × 3 -2 × -6 പ്ലസ് 12. അപ്പോൾ -15 ഇത് 15 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. Therefore, A is a singular matrix. A is a singular matrix എന്ന് പറഞ്ഞാൽ we cannot conclude that the system is inconsistent. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളും കൂടെ നോക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കമ്പ്യൂട്ട് എന്താണ്? അഡ്ജോയിൻ്റ് എ × ബി നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അതിനായിട്ട് ആദ്യമേ നമ്മൾ അഡ്ജോയിൻ്റ് നോക്കണം. അഡ്ജോയിൻ്റ് പല പ്രാവശ്യം നമ്മൾ ചെയ്തതാണ്. ഷോർട്ട് കട്ട് മെത്തേഡുണ്ട്. അതല്ലാതെ കോഫാക്ടർ മെട്രിക്സ് ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാം. നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ കണ്ടുപിടിക്കാം. ഞാൻ അഡ്ജോയിൻ്റ് ഇങ്ങോട്ട് എഴുതുവാണ്. കണ്ടുപിടിച്ചത്
-5 10 5 -3 6 3 -6 12 6. ഇനി therefore adjoint A into B, that means -5 10 5 -3 6 3 -6 12 6 into നമ്മുടെ ബി എന്തായിരുന്നു? ബി ഈസ് 2 -1 3 കോളം മെട്രിക്സ് ആണ്. 2 -1 3. അവയെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് -5 into 2 -10 plus 10 into -1 -10 plus 5 into 3 15 കിട്ടി. അടുത്തത് 3 into 2, that is -3 into 2 -6 plus 6 into -1 again -6 plus 3 into 3 9. So -6 into 2 -12 plus 12 into -1 -12 plus 6 into 3 80 ഇങ്ങനെ കിട്ടി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇത് നമുക്ക് കിട്ടിയിരിക്കുന്നത് 20 -20 plus 15, so -5 -12 plus 9 -3 -24 plus 18, that is equal to -6. Anyway, this is not equal to 0. Not equal to 0 ആണെങ്കിൽ നമുക്ക് പറയാം the system has a no solution. No solution കൃത്യമായിട്ട് വേർഡ്സിൽ എഴുതണം. no solution. No solution ആണെങ്കിൽ the system is എന്ത് സിസ്റ്റമാണ്? the system is inconsistent system. ഓക്കെ, ഇൻകൺസിസ്റ്റൻറ്റ് സിസ്റ്റം. അപ്പോൾ നമ്മൾ കണ്ടത് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. കേസ് 1 എന്ന് പറയുന്നത്, നമുക്ക് നമ്മുടെ മെട്രിക്സ് ഇക്വേഷൻ AX ഈസ് ഈക്വൽ ടു B ആണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഡിറ്റർമിനൻ്റ് കണ്ടുപിടിച്ചു. ഡിറ്റർമിനൻ്റ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ അത് നോൺ സിംഗുലർ ആണ്. അതുകൊണ്ട് ആ സിസ്റ്റം കൺസിസ്റ്റൻ്റ് ആയിരിക്കും, യുണീക്ക് സൊല്യൂഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇനി ഡിറ്റർമിനൻ്റ് ഈക്വൽ ടു 0 ആണെങ്കിൽ നമ്മൾ ഒരു ടെസ്റ്റും കൂടെ ചെയ്ത് നോക്കും. ഏതാ? അഡ്ജോയിൻ്റ് എ കണ്ടുപിടിച്ചു, അഡ്ജോയിൻ്റ് എ ഇൻറ്റു ബി കണ്ടുപിടിച്ചു. ദാറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ നോ സൊല്യൂഷൻ, ദ സിസ്റ്റം ഈസ് ഇൻകൺസിസ്റ്റൻറ്റ്. ഇനി ഇത് ഈക്വൽ ടു 0 ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതി വെക്കുക, ദ സിസ്റ്റം മേ ബി കൺസിസ്റ്റൻ്റ് ഓർ ഇൻകൺസിസ്റ്റൻറ്റ്. ഇഫ് ഇറ്റ് ഈസ് കൺസിസ്റ്റൻറ്റ് it has infinitely many solutions, and no solution, otherwise has no solution and system is inconsistent. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് കാണാനുള്ളത്. ഹോംവർക്ക് എക്സസൈസ് 4.6 ക്വസ്റ്റ്യൻ നമ്പേഴ്സ് 2, 3, 4 and 6. So thank you.